സമൃദ്ധിയുടെ നിറക്കാഴ്ചയിലേക്ക് പ്രതീക്ഷയോടെ മലയാളികൾ കണികൊണ്ടുണരുന്ന സുദിനമാണ് വിഷു. ഈ വിഷുദിനത്തിൽ ജയ്ഹിന്ദ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മേടമാസപ്പുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്, കായംകുളം കൃഷ്ണപുരം. ഇവിടെ ഇന്ന് എന്നോടും നിങ്ങളോടുമൊപ്പം വിഷു ആഘോഷിക്കാനായി ഒരു അതിഥി കൂടി എത്തിച്ചേരാനുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതാരാണെന്നല്ലേ? അത് ഞാനിപ്പോൾ പറയില്ല, അതൊരു ചെറിയ സർപ്രൈസാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുറുമ്പിക്കുട്ടിയാണ് വരാൻ പോകുന്നത്. കൃഷ്ണപുരം കൊട്ടാരവും കൃഷ്ണപുരം ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും കഥകളുമൊക്കെയായി ഇന്നത്തെ വിഷുക്കാലം നമുക്കൊന്നിച്ചാഘോഷിക്കാം. നമ്മുടെ അതിഥിക്കായി നമുക്ക് കാത്തിരിക്കാം. ഹായ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു. ഞങ്ങളുടെ കായംകുളത്തേക്ക് കൃഷ്ണപുരത്തേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. ഈ അതിഥിയെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അനുക്കുട്ടി എന്ന് പറയുന്നത് ഓരോ മലയാളികൾക്കും അവരുടെ വീട്ടിലെ ഒരു സ്വന്തം മോളാണ്, ഒരു അനിയത്തിക്കുട്ടിയാണ്, ഒരു ഏറ്റവും വാത്സല്യമുള്ള ഒരു മകളാണ് എല്ലാവർക്കും. എന്നാലും ഇന്ന് ഈ വിഷു ദിനത്തിൽ നമ്മളുടെ നാടിൻ്റെ കഥകൾ പറയാനും വിഷു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നമ്മളോടൊപ്പം അനുക്കുട്ടി ഉണ്ടാവും. സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് പോവാം. അതെ 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 അതെ. അപ്പോൾ ഇതാണ് കൃഷ്ണപുരം. ഞാൻ കേട്ടിട്ടുണ്ട്, കായംകുളത്ത് കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ട്. പക്ഷെ കൊട്ടാരം ആദ്യമായിട്ടാണ് വരുന്നത്. കൊട്ടാരത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പുറമേ നിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, വളരെ സുന്ദരമായൊരു പ്രൗഢി. അതെ അതെ അതെ. കയറി കാണാൻ ആയിട്ടുള്ളൊരു ഭയങ്കര ധൃതിയിൽ നിൽക്കുകയാണ്. അതെ അതെ. നമുക്ക് വേഗം അങ്ങ് പോയി കളയാം. അതെ. കൊട്ടാരമൊക്കെ കണ്ടു. ഇനി പറ, നമുക്ക് വിഷുവാണ് അല്ലേ? വിഷുവിൻ്റെ സന്തോഷം മുഖത്തിങ്ങനെ കാണാനുണ്ട്. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കണി കാണലും കൈനീട്ടം കിട്ടലും ഒക്കെ ആയിട്ട് കൊടുക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അത് കൈനീട്ടം കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞേ, അനുവിൻ്റെ വിഷു എങ്ങനെയാണ് സാധാരണ? എല്ലാ പ്രാവശ്യവും ഇപ്പോൾ കുറേ നാളായിട്ട് എന്തായാലും വിഷുവിന് വീട്ടിലുണ്ടാവാറുണ്ട് എല്ലാ പ്രാവശ്യവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്താ പറയണ്ടേ, കൊറോണ സിറ്റുവേഷൻ കാരണം പിന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല, അമ്മൂമ്മയുടെ വീട്ടിലൊന്നും പോകാൻ പറ്റി. കൈനീട്ടത്തിന്റെ അളവ് ഇത്തിരി കുറഞ്ഞു. പിന്നെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, മോനൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കൊടുത്തു. ഈ പ്രാവശ്യം അതുപോലെ കൊടുത്തു. അതായത് അനു കൈനീട്ടം കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും. അത് ഞാനൊരു കുഞ്ഞിലെ അമ്മ കയ്യിൽ തരുന്ന എനിക്ക് പൈസ തന്നിരിക്കും. 10 രൂപ, 5 രൂപ, 20 രൂപ അങ്ങനെയൊക്കെ തന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തരുമായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ്. ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞല്ലോ കോവിഡിന്റെ സിറ്റുവേഷനൊക്കെ. അപ്പം ഇപ്രാവശ്യം നല്ലൊരു വിഷുവായിരുന്നു. 2 വർഷത്തെയും കൂടെ നമ്മൾ ചേർത്ത് ഇത്തവണ കുറച്ചുകൂടി നല്ലതായിട്ട് ആഘോഷിക്കുകയാണ്. അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും കിട്ടി എന്നുള്ളതാണ്. ഈ വിഷുവിന് എന്താ പറയണ്ടേ, ഫസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. വിഷുവിന്റെ അന്ന് തന്നെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ കൃഷ്ണപുരത്ത് വന്ന് നമ്മുടെ കൊട്ടാരം കാണാനും അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. കേട്ടിട്ടേ ഉള്ളൂ, ഞാനിങ്ങനെ സ്ഥലം മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ കൊട്ടാരത്തിന്റെ കഴിഞ്ഞ് പിന്നെയാണ് അറിയുന്നത് ഇങ്ങനെ കൊട്ടാരം ഉണ്ടെന്നൊക്കെ. അതെ അതെ. ഈ കൊട്ടാരത്തെക്കുറിച്ച് നമ്മളോട് പറയുകയാണെങ്കിൽ, ഇത് ഓണാട്ടുകര അല്ലേ? ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഓണാട്ടുകരയിലെ ഏറ്റവും പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ് നമ്മുടെ ഓണാട്ടുകര എന്ന് പറയുന്നത്. ഓണാട്ടുകരയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം. നമ്മുടെ കേരളത്തിൽ തന്നെ എണ്ണപ്പെട്ട കുറച്ച് കൊട്ടാരങ്ങളേ ഉള്ളൂ നമ്മൾ സൂക്ഷിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരമാണ് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം. പുറത്തുനിന്ന് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇല്ലെന്നു ഭയങ്കര തിരക്ക്, വണ്ടിയൊക്കെ എന്തിനാ ഇട്ടിരിക്കും. ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും പേര് ഇങ്ങനെ ദിവസവും വരുന്നു. അത് ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഇവിടം. ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് കൃഷ്ണപുരം കൊട്ടാരം, ഞങ്ങൾക്കിത് ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കൊട്ടാരം ഞങ്ങൾ പുറത്തു നിന്നിങ്ങനെ കാണും. ഇതങ്ങനെ വലുതായിട്ട് സൂക്ഷിച്ചിട്ടൊന്നുമില്ല, കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞു വീഴാറാവുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു പഴയ ഓർമ്മ ഈ കൊട്ടാരത്തെക്കുറിച്ച്.
പിന്നീട് ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു കേന്ദ്രം ഇത് ഏറ്റെടുക്കുകയും ഈ ഒരു കൊട്ടാരം നല്ല രീതിയിൽ വീണ്ടും കുറേ കൂടെയൊക്കെ നല്ലതായിട്ട് മൂടി പിടിപ്പിച്ച് കുറച്ച് പുറത്തു നിന്നൊക്കെ പഴയ മറ്റു കൊട്ടാരങ്ങളിൽ നിന്നും മറ്റ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ഈ കാണുന്നത് അതെ 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 പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഇടുക്കി, ഇതെല്ലാം ഇടുക്കി ജില്ല എവിടെയുണ്ട്, തൃശ്ശൂർ. അങ്ങനെ ഇതൊരു മ്യൂസിയം ആക്കി മാറ്റി. അപ്പോൾ ഇതൊരു കൊട്ടാരവും ഈ മ്യൂസിയവും കാണാൻ, അതായത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള രാജവംശത്തെക്കുറിച്ചൊക്കെ അറിയാനും അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നും സൂക്ഷിച്ച് നമുക്കറിയാമല്ലോ. ഈ കൊട്ടാരത്തിൽ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കൊട്ടാരങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പല ആളുകളും എന്താ പറയുക, കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ നിന്നൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ള വേണ്ട ഒരുപാട് സാധനങ്ങളെല്ലാം കടത്തപ്പെട്ടു പോയി. പിന്നീട് ഇത് സംരക്ഷിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു രാജകീയ പ്രൗഢിയുണ്ട്. അതെ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാം. ഈ കൊട്ടാരത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇതിനോട്. ഇത് പ്രാചീന അളവ് പാത്രങ്ങളല്ലേ? അളവ് പാത്രം, അതായത് തൂക്കക്കട്ടികൾ നമ്മൾ അളക്കാനൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, അത് ഈ ഇരിക്കുന്നല്ലേ ഇതെല്ലാം. അതായത് പണ്ട് നമ്മളുടെ രാജവംശത്തിൽ, തിരുവിതാംകൂർ രാജവംശത്തിലും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമൊക്കെ അതാണ് രണ്ട് തരത്തിലുള്ളത് കൊണ്ട് കണ്ടോ, കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ളത് കൊണ്ട് പഴയ നമ്മുടെ അത് അല്ലേ മണി പോലത്തെ ഉള്ള സിനിമകളിലൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം. അതെ അതെ അതെ, ഇതും അതിന്റെ ഒരു ഭാഗം അല്ലേ, ചെറിയ ചെറിയ തൂക്കുകെട്ടുകൾ. ചെറുത് അതാണ്. ഇപ്പൊ ചെറുത് മുതലും അതൊക്കെ എന്ത് വെയിറ്റ് ആണെന്ന് നോക്കിക്കേ, നല്ല വെയിറ്റ് ഉണ്ട്. അല്ല, ഇതൊക്കെ ഒന്ന് ആലോചിക്കണം, എത്രയോ വർഷം മുമ്പുള്ളത് നമ്മൾ ഇപ്പോഴും അതേപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വരുന്നവർക്ക് കാണാനൊക്കെ ആയിട്ട് ശരിക്കും അത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ആലോചിക്കണം അല്ലേ. ഇതിലെല്ലാം നമ്മുടെ തിരുവിതാംകൂറിന്റെ ആ ഒരു സിമ്പൽ ഉണ്ട് കണ്ടോ, ശംഖ് എല്ലാത്തിലും ഉണ്ട് അല്ലേ? ഉണ്ട്. ബാക്കി കാണാം അല്ലേ? നാലുകെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ വീടുകളൊക്കെ നാലുകെട്ട് രൂപത്തിലൊക്കെ അല്ലേ. ഇത് ശരിക്കും 16 കെട്ടാണ്. നമ്മൾ നിൽക്കുന്ന ആദ്യത്തെ 4 കെട്ടിലാണ്. അങ്ങനെ 4 നാലുകെട്ടാണ് 16 കെട്ട്. ഈ കൊട്ടാരം ശരിക്കും നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം ഉണ്ടല്ലോ, തക്കല, ആ കൊട്ടാരത്തിൽ ത്തിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് മാർത്താണ്ഡവർമ്മ പണിയെടുപ്പിച്ച ഒരു കൊട്ടാരമാണിത്. ഇത് ഇവിടെ ശരിക്കും നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഓടനാട് കായംകുളം രാജവംശത്തിലെ രാജാക്കന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്നതല്ലായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മ രാജാവിന്. അപ്പം പിന്നീട് മൂന്നാമത് മാർത്താണ്ഡവർമ്മ അവരെ തോൽപ്പിച്ച്, കായംകുളം രാജാവിനെ തോൽപ്പിച്ച് ഇവിടുന്ന് നാട് കടത്തിയതിന് ശേഷം അദ്ദേഹം അന്ന് ഇവിടെ ഒരു പഴയ കോട്ടയായിരുന്നു, അത് എല്ലാം ഇടിച്ചു നിരത്തി പുള്ളി അദ്ദേഹത്തിൻ്റെ രീതിക്ക് തയ്യാറാക്കിയ ഒരു കൊട്ടാരമാണ് ഈ കാണുന്ന കൃഷ്ണമംഗലം കൊട്ടാരം. ശരിക്കും ഇവിടെ അദ്ദേഹം നിന്ന് നാട് ഭരിച്ച ഒരു കൊട്ടാരമൊന്നുമല്ല. നമ്മൾ പറയില്ല ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഒരു അങ്ങനെ അദ്ദേഹത്തിന് വല്ലപ്പോഴും വന്നു പോകുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണ്. ഇവിടെ റൂം അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. റൂമുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി കാണാൻ. കിളിവാതിലൊക്കെ അല്ലേ. ഇത് കോവണിത്തളം. അതായത് ഇവിടെ വലിയൊരു കോവണി ഉണ്ടായിരുന്നു, ഭയങ്കര. അതൊക്കെ പോയി നശിച്ചു. പിന്നീട് ഇപ്പൊ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന സാധനമാണ് ഇതൊക്കെ. പിന്നെ പറയാനു കുട്ടി, എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ പ്രോജക്റ്റുകളൊക്കെ? അഭിയാൻ മഹി എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൃദയമായി ടീച്ചർ, അതും ഒരു വെബ് സീരീസ് ആണ്. ടീച്ചറായിട്ടൊക്കെ ടീച്ചറായിട്ട് അത് വീണ്ടും ഇപ്പം ഒരു വെബ് സീരീസ് ആയിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. യൂട്യൂബിനകത്തൊക്കെ നല്ല സജീവമാണ്. യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സംവിധാനം, തിരക്കഥ, എഡിറ്റിങ്ങും എല്ലാം ഞാൻ തന്നെയാണ്. അതെല്ലാം പഠിച്ച് അല്ലേ? പഠിച്ചൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതെ പഠിച്ചു വരുന്നതേ. അങ്ങനെയല്ല, ഇതിപ്പോൾ ഞാനായിട്ട് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തു. അല്ലാണ്ട് അല്ലാതെ എന്തെങ്കിലും ഒരു വഴിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊള്ളാം, അങ്ങനെ ചെയ്ത് കൊള്ളാം എന്നൊക്കെ കുറച്ച് സജഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് പറയാൻ പറ്റത്തില്ലെന്നേ. ഭാവിയിൽ നമ്മളൊരു വലിയ സംവിധായികയോ ഒക്കെ കണ്ടാലോ പറയാൻ പറ്റില്ല. അഭിനയം മാറ്റിയിട്ട് ഞാൻ അത് ഓർത്തോണോ? ഇത് കൃഷ്ണ കൊട്ടാരം ഓർത്തോണോ? അതെ, ഓർക്കും. ശിലയിലാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ. അതെ, ഇതൊരു ലിപിയാണ്. അതായത് നമ്മുടെ മലയാള ഭാഷ ഒരു 3 സ്റ്റേജിലൂടെയാണ് വന്നത്. അതിൽ ആദ്യത്തേത് അന്ന് ഈ കല്ലിലാണ് എഴുതുന്നത്, ഫസ്റ്റ് അല്ലേ? അതാണ് ഇത്. പിന്നെ ഇനി നമ്മൾ അപ്പുറത്ത് കാണുമ്പോൾ കോലെഴുത്തെന്ന് പറയും. അത് മറ്റേ ഈ നാരായമൊക്കെ കൊണ്ട്
എഴുതുന്നത്. പിന്നീട് ഗ്രന്ഥത്തിലേക്ക് വന്നു. പിന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പേപ്പറിലേക്കൊക്കെ നമ്മുടെ ഭാഷ എത്തിയത്. അതൊക്കെ അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ, ഞാൻ പറഞ്ഞില്ലേ മോളോട്, പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. നന്നങ്ങാടി, അതായത് ഒരുപാട് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂടക്കല്ലുകൾ, അത് ഒരുപാട് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഈ വടക്കൻ പ്രദേശമൊക്കെ ഒരുപാട് എടുത്തു നിന്ന് അത് കണ്ടെടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നശിച്ചു പോവാതെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ പാഠം ഹൃദയകുമാരി ടീച്ചറല്ലേ, അപ്പോൾ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചറല്ലേ നീ, ഏതോ ഒരു ഇതില് ഭൂഗർഭറ, അപ്പൊ അതുപോലെ സോഷ്യൽ സയൻസിൽ നമ്മൾ ഇപ്പോഴും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത് കാണുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും ഈ നന്നങ്ങാടി കുട്ടികളൊക്കെ വന്ന് കണ്ട്, അതായത് ഈ കൂടക്കല്ല് ഇതൊക്കെ അവർ പഠിക്കുന്നതാണ്, അവരുടെ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ കൂടെയും ചിത്രങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുക്കും. അതിലും ഇവിടെ വന്ന് നേരിട്ട് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാം. പല്ലക്ക് ഞാൻ ചോദിക്കാൻ വരുവാണ്, ഇത് എന്താണെന്ന് അറിയാവോ? അല്ലേ? പിന്നെ ഇതിന് തന്നെ നല്ല ഭാരം. ഒന്ന് ആലോചിച്ച്, ഇതിനകത്തൊരു ആളെ ഇരുത്തിയോ, രാജാവോ രാജ്ഞിയോ അവരെയും കൂടെയൊക്കെ ഇരുത്തിയിട്ടാണ് ഈ രണ്ട് സൈഡിൽ നിന്നും ആളുകൾ പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എന്ത് മല്ലന്മാരാവണം അല്ലേ ഇത് പൊക്കേണ്ടത്? കണ്ടപ്പോ തന്നെ മനസ്സിലാവും ഭയങ്കര ഭാരം പൊങ്ങുന്നില്ല. അനുവിന് ഇങ്ങനെ ഒരു പല്ലക്കയിലൊക്കെ കയറാൻ ഒരു അവസരം കിട്ടിയ അങ്ങനെ ഒരു വിഷമം, ചൂടത്ത് ചാവും. AC പല്ലക്ക് വേണം അല്ലേ? AC പല്ലക്ക് ഉണ്ടെങ്കിൽ കൊള്ളാം. ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പം ഇങ്ങനെ പല്ലക്കിലൊക്കെ കയറിയിട്ട് ഒരു രാജ്ഞിയുടെ അല്ലെങ്കിൽ ഒരു രാജകുമാരിയുടെ ഒരു റോള് കിട്ടിയാലോ? ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല, പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യും. പക്ഷെ ഈ വെയിറ്റ് എടുക്കുന്ന ആൾക്കാരെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. നമ്മളെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകുന്നത് ഒന്നെങ്കിൽ അവിടെ ഈ ഒരു പല്ലക്ക് വെയിറ്റ് കാണാൻ പാടില്ല, അധികം വെയിറ്റ് പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിലൊക്കെ ചേട്ടന്മാർ ജസ്റ്റ് വെയിറ്റ് കുറഞ്ഞ ഇതിലൊക്കെ ഉണ്ടാക്കി വെക്കത്തില്ലേ, പ്ലാസ്റ്റിക് അതുപോലെയൊക്കെ ചേർത്തിട്ട്, അതൊന്നും അധികം വെയിറ്റ് കാണത്തില്ലല്ലോ. നല്ല വെയിറ്റ് അല്ലേ? നല്ലതാ, തടിയല്ലേ ഇതിനകത്ത് അവർക്ക്. പിന്നെ അത് മാത്രമല്ല, ഇത് ഭയങ്കര ഒരു ഇതിന് നല്ല ഭാരം ഉണ്ടോന്ന് തോന്നുന്നു. ഇത് ഇരുമ്പൊക്കെ കൊണ്ടാണ് എന്തായാലും ഞാൻ പല്ലക്ക് ഞാൻ നേരിട്ടാണ് കാണുന്നത്. എത്രയോ രാജാക്കന്മാരുടെയും പല്ലക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല്ലക്കല്ലേ കണ്ടിട്ടുള്ളൂ. അതാണ്, എത്രയോ രാജാക്കന്മാരുടെയും രാജ്ഞിമാരെയും ഒക്കെ ഇരുത്തി കൊണ്ടുപോയിട്ടുള്ള അല്ലേ പല്ലക്കാണിത്. നിലനിൽക്കട്ടെ കുറച്ച് നാളോടെ. ഇതൊക്കെ കുറച്ച് നാളിൽ ഇത് ഒരുപാട് നാൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിൽക്കും. ഓക്കെ, നമുക്ക് ഇനി മോളിൽ പോവാം. കുളം കണ്ടപ്പോൾ കുളത്തിൽ ചാടാൻ തോന്നും. കുളത്തിലേക്കൊന്ന് ചാടണം. കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ കുളമുണ്ട്. അങ്ങനെയെങ്കിലും പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ? അതെ, എനിക്ക് പിന്നെ ഹൈറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് പിന്നെ കുളത്തിൽ ഇറങ്ങിയാൽ നമുക്ക് നല്ല നില കിട്ടും. അങ്ങനെ താഴത്തില്ലല്ലോ. അല്ല, കുളത്തിൽ ഇറങ്ങിയിട്ട് വഴുതി പോയിട്ടുണ്ട് അങ്ങനെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളത്തിലൊക്കെ ഇറങ്ങാനും കുളിക്കാനൊക്കെ. ഞാനിപ്പോൾ ഒരു ആമയെ കണ്ടായിരുന്നു കേട്ടോ. ആമയുണ്ട്, നിറയെ മീനുണ്ട്. പക്ഷെ ഇതിപ്പം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇറങ്ങരുതെന്നൊക്കെ പറയുന്നത്. ഈ കുളം ഒരു സമയത്ത് ഇതിനകത്ത് ഒരു വലിയ തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം എന്തെങ്കിലും അമൂല്യമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട്, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം, ഇപ്പോൾ ഒരു രാജാവിനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഒരു യുദ്ധം വരുന്നു, അങ്ങനെയൊക്കെയുള്ള സമയത്ത് രാജാവിനെയും കുടുംബത്തെയും ഇവിടെ ഉള്ള ആളുകളെയൊക്കെ എന്താ പറയുക ഒളിച്ചു കടത്താനും ഒക്കെ ആയിട്ട് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം കാണുമായിരിക്കുമോ തുരങ്കം? ഇപ്പോഴും ഉണ്ടാവും. പിന്നെ അതൊക്കെ മൂടപ്പെട്ട് വെക്കാണ്. ഇതിൻ്റെ അങ്ങേയറ്റം ഒക്കെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ, അതെല്ലാം വെക്കാണ് ഇപ്പം. അതെ, എന്തായാലും എനിക്ക് എന്തോ കുളത്തിലോട്ട് ചാടാൻ തോന്നുന്നില്ല. നല്ല തണുപ്പ്. പക്ഷെ ഇവിടെ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പല്ലേ. നമ്മളിവിടെ മറ്റെവിടെ നിന്നേനേക്കാളും ഒരു തണുപ്പ് ഇവിടെ ഉണ്ട്, ഭയങ്കര ഒരു തണുപ്പ്. ശരി, അന്നൊക്കെ എല്ലാവരും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നല്ലോ അല്ലേ? ഒന്ന് നീരാട്ടെന്ന്, കുളിയെന്നല്ലോ പറയുന്നത്, പള്ളി നീരാട്ട്. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി രാജാവ് കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന പോലെ നമുക്കും പോവാം. അതെ. ഇത് നമ്മൾ പറഞ്ഞല്ലേ ഗജേന്ദ്രമോക്ഷം, ആ കഥയാണ് ഈ ചുവർ ചിത്രമായിട്ട്. അതായത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ
ഏറ്റവും വലിയ ഒറ്റ പാനലിൽ തീർത്ത ഏറ്റവും വലിയ ചുവർച്ചിത്രം എന്ന് പറയുന്നത് ഈ ഗജേന്ദ്രമോക്ഷമാണ്. അതായത് നമ്മളിപ്പോൾ കുളം കണ്ടില്ലേ, അവിടുന്ന് രാജാവ് കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ നേരെ വന്നിട്ട് വിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിക്കാണ് ഇത് തയ്യാറാക്കിയത്. അതായത് നമ്മൾ നേരെ കയറി വരുന്നു, ഇത് കണ്ട് തൊഴുതിട്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നത്. ഇത് മഹാഭാഗവതത്തിലെ ഒരു കഥയാണ് ഈ ഗജേന്ദ്രമോക്ഷം. അപ്പോൾ ആ കഥയാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഒരൊറ്റ പാനലിൽ കൊടുത്തിരിക്കുന്നത് ആ കഥയാണ്. ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർച്ചിത്രം ഇതാണ്. ഇതിൻ്റെ മഷി എന്നൊക്കെ പറയുന്നത് എല്ലാം പ്രകൃതിദത്തമാണ്, പ്രകൃതിയിൽ നിന്നുള്ള ഛായങ്ങൾ. അതെ, ഇത് കുറേയൊക്കെ ഇപ്പം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ പോകുന്നുണ്ടല്ലേ. വാൾ, എത്രയോ വാളുകളുടെ തല കൊയ്ത വാളുകളാണ്. ഇതാണ് ഇവിടുത്തെ ഇത്രയും വാളുകളിലും പ്രശസ്തമായ കായംകുളം വാൾ. ഇതല്ലേ? അനു, കായംകുളം വാളിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ അനു നിഷേധിക്കുവോ? ഇല്ല, നിഷേധിക്കത്തില്ല. എന്നാ ഇതിന്റെ പ്രത്യേകത ഞാൻ പറയാം. എന്താ പ്രത്യേകത? കായംകുളം വാൾ നോക്കിക്കേ, അതായത് രണ്ട് സൈഡിലും നല്ല മൂർച്ചയാണ്, കണ്ടോ? അതായത് ഏത് സൈഡ് കൊണ്ടും നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലും മൂർച്ച. അതെ. അത് ഇനി സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയാറുണ്ട്, കായംകുളം വാളിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ അപ്പുറവും നിൽക്കും ഇപ്പുറവും നിൽക്കും. അപകടകാരി മീൻസ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പുറത്ത് നിന്നാലും നമ്മൾ കൊയ്തെടുക്കും, ഇപ്പുറത്ത് നിന്നാലും നമ്മൾ നമ്മുടെ കാര്യം കാണും. മനസ്സിലായോ? നമ്മളിങ്ങനെ കളിയാക്കാറുണ്ട്, കായംകുളം വാളിന്റെ സ്വഭാവമാണെന്ന്. ഇത് പരിച, അതൊക്കെ ഈ എന്താ പറയാ, ഇത് കാണ്ടാമൃഗത്തിന്റെ ഒക്കെ തൊലി കൊണ്ടുണ്ടാക്കിയതാന്ന് പറയാം, നമ്മൾ തൊലിക്കട്ടി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആയുധങ്ങൾ അന്നത്തെ കാലത്തെ കണ്ടില്ലേ, പീരങ്കികൾ. അതൊക്കെ കോഴിക്കോട് കണ്ടല്ലേ. അതെല്ലാം കോഴിക്കോട് പണ്ട് കാലത്ത് തന്നെ കോഴിക്കോട് നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വലിയ കല്ല് കൊണ്ടുള്ളത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കൈവലങ്ങ് മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോയാൽ. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ അതായത് പണ്ടത്തെ ഇപ്പോഴത്തെ രൂപയല്ല, പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അതിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ നാണയമൊക്കെ ശേഖരിക്കുന്ന ഈ എന്താ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ, ശേഖരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ 25 പൈസ 50 പൈസ 1 രൂപ പണ്ടത്തെ കുറച്ച് പൈസ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെയുള്ള ഹോബീസ് എന്താ? പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എവിടുന്ന സമയം ഇല്ല. എന്നാലും ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. സ്റ്റാമ്പ് ഞാൻ പഠിച്ചിരുന്ന കുഞ്ഞിലെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചപ്പോൾ 25 പൈസ 50 പൈസയൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്റ്റാമ്പ് ശേഖരണമൊക്കെ, അതൊക്കെ ഒരു ബുക്കിൽ ഒട്ടിച്ച് വെക്കുന്നത്. അതൊക്കെ പിന്നെ ഇപ്പം എല്ലാം പോയി. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എവിടെന്നെങ്കിലും ആ ഒരു കുട്ടിക്കാലത്തെ കുട്ടികളുടെ ഒക്കെ കയ്യില് ശേഖരിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര രസമായിരിക്കും. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ നല്ലതായിട്ട് ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ ഒരു സമയത്ത് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നു. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്, കാറ്റ് കൃത്യമായിട്ട് അവിടേക്ക് അടിക്കും. നമുക്ക് ചൂടുള്ള സമയത്തും കൃത്യമായി കാറ്റ് വീശത്തക്ക രീതിയിലാണ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവിടോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടി കാറ്റ് നമുക്ക് നോക്കാം. പണ്ഡിതനും ആത്മീയ ആചാര്യനും ഒക്കെ ആയിട്ടുള്ള, അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിൽ ഉള്ള നാട്ടുകാരനും കൂടിയാണ്. അപ്പം ജ്യോതിഷ പണ്ഡിതനാണ്. അതെ, ജ്യോതിഷം മാത്രമല്ല ആധ്യാത്മികമായ പല വിഷയങ്ങളും ചരിത്രപരമായ വിഷയങ്ങളും ഒക്കെ ഗവേഷണം ചെയ്യും. നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ ആള് നന്നായി അല്ലേ? അല്ല, അത് ഒന്നാമത് അവള് കൊട്ടാരത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു കൊട്ടാരത്തിലെ രാജാവിനെ പോലെ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കി. സന്തോഷം. നമുക്കിന്ന് മേട വിഷുവാണല്ലോ. വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത് ഞങ്ങളിവിടെ അമ്പലത്തിൽ തൊഴുതു. അപ്പൊ ഇവിടെ ഒരു ശ്രീചക്രം ഉണ്ടല്ലോ, അപ്പൊ ഇതും നമ്മുടെ ഈ ക്ഷേത്രവും നമ്മളുടെ കൊട്ടാരവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് ഈ ശ്രീചക്രവുമായി ബന്ധപ്പെട്ടിട്ട്. അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാല്. അതായത് കായംകുളം രാജ്യത്തിന്റെ ആ രാജ്യം പ്രത്യേകമായ ഒരു നാട്ടുരാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ രാജാവ് വെച്ച് പൂജിച്ച് ആചരിച്ചിരുന്ന ശ്രീചക്രമാണ്. ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രാചാരപരമായ ഉപാസനകളിലെ ഏറ്റവും ബൃഹത്തായ ശക്തിമത്തായ ഉപാസനയാണ് ശ്രീചക്ര ഉപാസന എന്ന് പറയുന്നത്. അപ്പം ഈ ശ്രീചക്രത്തെ ഉപാസിച്ച് വന്നുകൊണ്ടാണ് ഈ രാജ്യത്തിന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും
എല്ലാ തരത്തിലുള്ള ബലവും ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചിടത്തോളം ഡച്ച് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കായംകുളം രാജ്യത്തെ കീഴടക്കണം എന്നുള്ള ഒരു ആവേശം ആഗ്രഹവും ഉണ്ടായി. ആ കാലയളവിൽ ഈ ശ്രീചക്രം ശ്രമിച്ചു, 2 തവണ ശ്രമിച്ചു, പരാജിതനായി. പക്ഷേ എങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ അധികാര കൊതിയുടെ ഭാഗമായിട്ട് ഈ കായംകുളം രാജ്യത്തെ കീഴടക്കുന്നതിന് വേണ്ടി ഈ ശ്രീചക്രത്തെ ഇവിടുന്ന് മാറ്റിയാൽ മാത്രമേ ഇവിടെ അധിനിവേശം പ്രവേശിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നിട്ട് അദ്ദേഹം വേഷപ്രച്ഛനായിട്ട് വന്നിട്ട് ഈ ശ്രീചക്രത്തെ എടുത്ത് മാറ്റുകയും യുദ്ധം ചെയ്ത് ഈ രാജ്യത്തെ കീഴടക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷേ എങ്കിലും കൃഷ്ണൻ്റെ സാന്നിധ്യം, ഈ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം, അത് അടുത്ത് തന്നെ മാർത്താണ്ഡവർമ്മയാണെങ്കിലും ശരി, അവരെല്ലാം വൈഷ്ണവാചാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ശ്രീചക്രത്തെ ഉപാസിക്കുകയും ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്നതിന് ഈ ക്ഷേത്രവുമായിട്ട് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് പിന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് ആചരിക്കുന്നതായിട്ടാണ് അതിൻ്റെ ഒരു മാഹാത്മ്യ ഐതിഹ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ദേശത്തിൻ്റെ തന്നെ ഇന്നും ആ യഥാർത്ഥത്തിലുള്ള ശ്രീചക്രം ഇവിടുന്ന് മാറ്റിയെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന ശ്രീചക്രവും നൂറ്റാണ്ടുകളായി തന്നെ ആചരിച്ച് ബലപ്പെട്ടിട്ടുള്ള ചൈതന്യപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഈ പ്രദേശത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മാഹാത്മ്യവും മഹത്വവും തന്നെ. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതാണ് നമ്മുടെ കൊട്ടാരവും നമ്മുടെ ഈ ഒരു അമ്പലവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ചേട്ടാ, ഇന്ന് വിഷുവായിരുന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേടരാശിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ മേട 1 വിഷു ആഘോഷിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരുപാട് എല്ലാ മാസങ്ങളിലും രാശി മാറ്റമുണ്ട്, സംക്രാന്തി ഉണ്ട്. ഇത് ഈ ഒരു വിഷു സംക്രാന്തിക്കുള്ള ഒരു പ്രത്യേകത, അതിന് പ്രത്യേകതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാസത്തിലും സംക്രാന്തിയുണ്ട്. സംക്രാന്തി എന്ന് പറയുന്നത് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സൂര്യൻ കടക്കുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാസത്തിലും സംക്രാന്തിയുണ്ട്. പക്ഷേ മേടവിഷു സംക്രാന്തിക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. ഈ മേടവിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തിൻ്റെ തുല്യത? പകലും രാത്രിയും തുല്യമാകുന്നതാണ് മേടവിഷു. അങ്ങനെ ഇപ്പോൾ 2 വിഷുവുണ്ട്. ഈ പകലും രാത്രിയും തുല്യമാകുന്നത് തുലാമാസത്തിലും വിഷു ഉണ്ട്, മേടമാസത്തിലുണ്ട്. പക്ഷെ ആചരണത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് മേടമാസത്തിൽ വിഷു ആണെന്നുള്ളതാണ്. ഈ സൂര്യസംക്രാന്തി കഴിഞ്ഞതിന് ശേഷം വരുന്ന 1-ാം തീയതിയെയാണ് നമ്മൾ മേടവിഷുവായിട്ട് കണക്കാക്കുന്നതും ആചരിക്കുന്നത്. പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് 27 നക്ഷത്രങ്ങളും 9 ഗ്രഹങ്ങളും ഈ പ്രകൃതിയെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനിക്കുന്നതിൻ്റെ പ്രധാന ഘടകം എന്ന് വെച്ചാൽ ആത്മകാരകനും നക്ഷത്രകാരകനും നവഗ്രഹാധിപനുമായിരിക്കുന്ന ആദിത്യൻ ഏറ്റവും ബലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉച്ചനായിട്ട് ഏറ്റവും ശക്തനായിട്ട് വരുന്ന ഒരു ദിവസവും കൂടാണ്. പക്ഷെ പണ്ട് പൂർവ്വകാലങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ പകലും രാത്രിയും ഒന്നിച്ചു വരുന്ന 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് മേടമാസത്തിലായിരുന്നു വിഷു വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷു വരുന്നത് ഈ പകലും രാത്രി ഒന്നിച്ചു വരുന്ന മീനമാസത്തിലാണ്. കാരണം 1000 വർഷങ്ങൾക്ക് ഈ ഗ്രഹസഞ്ചാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ രാശിചക്രങ്ങൾ ഒരുമിച്ച് 1 ഡിഗ്രി പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയതയായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ കേരളീയർ ഈ മേടമാസത്തിൽ വരുന്ന വിഷു തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത്. സംശയം ചോദിച്ചോട്ടെ, അപ്പം നമ്മളിപ്പം വിഷു ഫലം പറയാറുണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത് വിഷുവിന് സംഭവിക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കും. അതാണ് നമ്മൾ നല്ലത് കണി കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിഷു ഫലത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് വിഷു ഫലം. ഈ വർഷത്തെ ഞായറാഴ്ച ദിവസം നമ്മൾ കാത്തിരിക്കും ഫലം കേൾക്കാൻ. നിങ്ങൾക്ക് ഇച്ചിരി ഫലം അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഫലം അറിഞ്ഞ, അതായത് ഈ മേടവിഷു ദിവസം ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആ മേടവിഷുവിൻ്റെ അതുമായി ചെയ്യുന്ന ആ പ്രവൃത്തി 1 വർഷം നീണ്ടു നിൽക്കുന്ന ഫലമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഈ മേടവിഷുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐതിഹ്യമുണ്ട്. അതിന് ആധ്യാത്മികമായ ഒരു ഐതിഹ്യമുണ്ട്. എന്താണ് വിഷു എന്നുള്ള, ഇപ്പം ചിങ്ങമാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. ചിങ്ങമാസത്തിൽ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ മഹാബലി ആലോകരെ എല്ലാവരും കാണാൻ വരുന്ന ദിവസമാണ് നമുക്കറിയാം. മേടവിഷുവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കേട്ടുള്ള 2 ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് നരകാസുരനെ ശ്രീകൃഷ്ണ ഭഗവാൻ വധിച്ചിട്ട് ലോകരെ ആ ആസുരിക ശക്തിയിൽ നിന്ന് രക്ഷിച്ച ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്ന ഒരു ഐതിഹ്യം. പിന്നെ അടുത്ത് പറയുന്ന ഒരു ഐതിഹ്യം രാമായണത്തിൽ, അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലയളവിലുള്ള ആൾക്ക് അവിശ്വസനീയമായി തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
രാവണൻ സകല വേദശാസ്ത്ര പാരംഗതനായിരുന്നു. ഭൂമിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഗ്രഹങ്ങളെ പോലും നിയന്ത്രിക്കാനുള്ള അപാരമായ ശാസ്ത്രവിദ്യ. രാവണന്റെ കാലഘട്ടത്തിലാണ് ലോഹം പറപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ശാസ്ത്രജ്ഞന് കൂടിയാണ് രാവണൻ. അപ്പോൾ ഈ നമ്മൾ കണിക്കൊന്ന കണി കാണാറുണ്ട് അല്ലേ? കണി കാണുമ്പോൾ കണിക്കൊന്നയുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു എന്താ ഒട്ടുരുളിയിൽ നിറയെ ഫലങ്ങളൊക്കെ വെച്ചിട്ടാണ് കണി കാണാറുള്ളത്. അപ്പോൾ ഈ വിഷുവിന് ഈ കാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണോ നമ്മൾ ഈ ഒരു ഇതൊക്കെ വെക്കുന്നത്? കാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ച, ഈ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല രാവണനെ. രാവണനെ വധിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതും ഈ പകലും രാത്രിയും തുല്യമായിട്ടുള്ള വിശ്വത്ത് പോലും നമുക്ക് ലഭിക്കാനിടയാന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു മറുപടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കാർഷികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ശരി, ചിങ്ങമാസത്തിൽ പിന്നെ ധാന്യങ്ങളാണ് നമ്മൾ പിന്നെ കൃഷി ചെയ്തെടുക്കുന്നതെങ്കിൽ മേടമാസത്തെ സംബന്ധിച്ചിടത്തോളം ആ മേടമാസത്തിൽ ഫലവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ ഇതൊക്കെ പണ്ട് കേരളീയർ കൃഷി ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പൊലി പൊലി പൂപ്പലി പൂപ്പലി എന്നിങ്ങനെയുള്ള ആ നാടൻ പാട്ടുകളൊക്കെ പാടി ആ ഫലവർഗ്ഗങ്ങളുടെ, പഴവർഗ്ഗങ്ങളുടെ, പച്ചക്കറികളുടെ വിളവെടുപ്പും അങ്ങനെ ഒരു കാർഷികമായൊരു പ്രാധാന്യം കൂടെ നമ്മുടെ ഈ ഒരു വിഷുവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. അത് സത്യവുമാണ്. നമ്മളുടെ ഫലം വിട്ടുപോയി, ഞങ്ങളത് മറക്കത്തില്ല. ഫലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ സൂക്ഷ്മമായി, ഈ 9 ഗ്രഹങ്ങളും വളരെ സൂക്ഷ്മമായി 27 നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇപ്പോൾ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ചാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് നമ്മൾ സയൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ മേടവിഷു വരുന്ന സമയത്ത് ഒരു വർഷത്തെ ഫലം, മേടവിഷുവിനെ അധികരിച്ച് ഒരു വർഷത്തെ ഫലമാണ് ചിന്തിക്കാറ് ജ്യോതിശാസ്ത്രത്തിൽ. അപ്പോൾ അതിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ നക്ഷത്രത്തിൽ എന്താണ് നക്ഷത്രം എന്താണെന്ന് പറഞ്ഞാൽ അവിട്ടം നക്ഷത്രം തന്നെ 2 കൂറിൽപ്പെട്ടവരുണ്ട്. മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാരുണ്ട്, കുംഭക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാരുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഇപ്പോൾ 7.5 ശനി എടുക്കാതിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ വ്യാഴൻ പിന്നെ ഇഷ്ടരാശിയിൽ ഇപ്പോൾ മകരക്കൂറുകാർ ബർത്ത്ഡേ. അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾ ജാതകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ജാതകം എന്ന വാക്കിൻ്റെ അർത്ഥം കിം ജാതക, എപ്പോൾ ജനിച്ചു. നക്ഷത്രമോ മറ്റൊന്നുമല്ല നമുക്ക് ഒരു ജനിച്ചത്. ആ വെളുപ്പിനെ ബ്രാഹ്മ മുഹൂർത്തത്തോടാണ്. ഇത്രയും നാളെ ഞാൻ അതായത് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ എൻ്റെ നാളെ ചതയൊന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും നാളെ ഇരുന്നത്. അപ്പോൾ അമ്മ വേറൊരു ജ്യോതിഷനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ നാളെ ചതയമല്ല, അവിട്ട നാളാണ്. ജനിച്ച സമയമൊക്കെ നോക്കിയപ്പോൾ അവിട്ട നാളാണെന്ന് പറഞ്ഞു. ജനിച്ച സമയത്തിന് പ്രാധാന്യമുണ്ട്. കിം ജാതക, ജാതകം എന്ന വാക്കിൽ തന്നെ ഉണ്ട്. കിം ജാതകം, എപ്പോൾ ജനിച്ചു എന്നുള്ളതാണ്. അപ്പൊ സമയത്തിനാണ് ഇതിന് പ്രാധാന്യം. ഇപ്പൊ ഈ മേടവിഷു എന്ന് പറയുന്നതും ഒരു പ്രത്യേകമായ സമയത്തെ, അതായത് ശുഭമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതിൽ ഒരു സമയത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് ഈ വർഷത്തെ ഫലങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങളത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയല്ല, ഇഷ്ടഭാവത്തിലേക്ക് വ്യാഴന്റെ സ്ഥിതി വരികയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കലാമേഖലയിൽ നിൽക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ കലാപരമായിട്ടുള്ള ഉയർച്ചകളുണ്ട്, പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുക, നമുക്ക് കലാപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ നല്ലതായിട്ടുള്ള 7.5 ശനി ഉണ്ടെങ്കിലും വ്യാഴ ഇഷ്ടരാശിയിലേക്ക് നിൽക്കുന്നത് കൊണ്ട് നല്ലതായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. പിന്നെ എന്താണ് നക്ഷത്രം? അനിഴ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവഗണ നക്ഷത്രങ്ങൾ, മനുഷ്യഗണ നക്ഷത്രങ്ങൾ, അസുരഗണ നക്ഷത്രങ്ങൾ, ഇങ്ങനെ നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. അത് ദേവഗണ നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ പ്രധാനമായ എന്ന് വെച്ചാൽ അവിട്ടം അപ്രധാനമാണെന്നല്ല, എല്ലാ നക്ഷത്രങ്ങളും പ്രാധാന്യം തന്നെയാണ്. എന്നാൽ അനിഴ നക്ഷത്രത്തിന് ദേവഗണ നക്ഷത്രങ്ങൾ പ്രധാനമാണ്. അത് വൃശ്ചികക്കൂറിൽപ്പെട്ടതാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട അപ്പോൾ ആ വൃശ്ചികക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾറെഡി തന്നെ വ്യാഴത്തിൻ്റെ സഞ്ചാരഗതി അനുകൂലമായ രാശിയിലാണ്. പിന്നെ കണ്ടകശനിയുടെ കുറച്ച് ദുരിതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ നമുക്ക് ഭജനം കൊണ്ടെല്ലാം മാറ്റാം. നമ്മുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇപ്പോൾ പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ എന്താണ്, ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ തൽ ശാന്തിരൗഷധം ജപ ഹോമദാനാദർച്ചനാദി. നമുക്ക് ജന്മജന്മാന്തരങ്ങളായി വന്നിരിക്കുന്ന ദുരിതങ്ങളാണ് ആദിയും വ്യാധിയും തടസ്സങ്ങളും ഒക്കെ ആയിട്ട് വരും. അതിന് ശാന്തിയായിട്ട് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്തതുപോലെ ദർശനം, ജപ ഹോമദാനാദ് അർച്ചനാദി എന്നാണ്. എന്തായാലും 2 പേർക്കും എൻ്റെ ഒരു കണക്കുകൂട്ടലിലും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതനുസരിച്ചും അനിഴ നക്ഷത്രത്തിനും അവിട്ട നക്ഷത്രത്തിനും ഈ ഒരു വർഷം നല്ല വിഷുഫലങ്ങൾ തന്നെയാണ്. എനിക്ക് ഈ വർഷം ഒരു കാർ എടുക്കാൻ
തീർച്ചയായിട്ടും അതിനുള്ള സമയമുണ്ട്, വാഹനയോഗമുണ്ട്. അത് ശുക്രൻ അനുകൂലമായ രാശിയിലേക്ക് വരുന്ന സമയം നോക്കി തിഥിയും മുഹൂർത്തവും നോക്കി നമുക്ക് എടുക്കാൻ പറ്റും. വാഹനയോഗമുണ്ട്. വാഹനയോഗത്തെക്കാൾ ഉപരി ഇപ്പോൾ കലാമേഖലയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് കലാപരമായി വളരെയധികം അഭിവൃദ്ധികൾ. അതിപ്പോൾ ഈ ഒരു അവിട്ടനാളുകാർക്കെന്നല്ല, പൊതുവെയുള്ള അവിട്ടനാളുകാരുടെ ഫലവും പൊതുവെയുള്ള അന്യനാളുകാരുടെ ഫലവുമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ജന്മ ഇത് വെച്ചിട്ട് അതിൽ ജന്മഗ്രഹങ്ങളെ വെച്ചിട്ട് മാറ്റങ്ങൾ വരാം, വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇന്നത്തെ ദിവസം എന്താ പറയാ, മറ്റേരെ ആശ്രയിക്കാതെ ഞങ്ങളുടെ ഫലവും അറിഞ്ഞു അല്ലേ, അതിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും കൈനീട്ടമൊന്നും ഇല്ല, എന്താ പറയാ, അങ്ങനെയല്ല, അതിന്റെ ഇതൊന്നും തരാനില്ലെന്നേ ഉള്ളൂ. എന്നാലും ഒരു കൈനീട്ടം ഞാൻ തരാം. വിഷു ആയതുകൊണ്ട് നമുക്കൊരു കൈനീട്ടത്തിന് പ്രാധാന്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളെന്താണ്, ധനമെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പൊ ആ ഒരു വർഷത്തെ നമ്മളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉയർച്ചയെ കരുതിയിട്ടാണ് കണിയൊരുക്കി വിഷുവിന്റെ തലേ ദിവസം രാത്രിയിൽ ഭഗവാന്റെ ബിംബത്തിൽ എല്ലാം മാലയൊക്കെ ചാർത്തി മഞ്ഞ കണിക്കൊന്ന പൂവ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര സംസ്ഥാന പുഷ്പമായി കരുതിയിരിക്കുന്ന കണിക്കൊന്നയാണ്. ആ കണിക്കൊന്നയ്ക്ക് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗന്ദര്യം വേറെ ഒരു പുഷ്പത്തിന് നമുക്ക് താമര ഒഴിച്ചാൽ ശരിയല്ലേ. അപ്പൊ ആ കണിക്കൊന്നൊക്കെ വെച്ചിട്ട് നമ്മൾ രാവിലെ, വിഷുവിന് മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ശുഭമായ ദർശനം, ഒരു നല്ല ഒരു കണി കാണണമെന്നാണ്. അപ്പോൾ വിഷു ദിനത്തിൽ നമ്മൾ ഈ ഫലവർഗ്ഗങ്ങൾ ഒരുക്കി വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വസ്ത്രമൊക്കെ വെച്ച് പിന്നെ പണമൊക്കെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പം കണി കാണും നേരം കമല നേത്രന്റെ ആ പാട്ടുകളൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ട് നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുതിർന്നവരുണ്ടെങ്കിൽ വന്നിട്ട് നമുക്കൊരു കൈനീട്ടം തരും. ആ ഒരു കൈനീട്ടം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ നമ്മുടെ ധനം ഭാഗ്യമാണ്. എന്തായിരുന്നാലും ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കൈനീട്ടം തരുന്നുണ്ട്. ആ കൈനീട്ടം സ്വീകരിച്ചോളുക. അപ്പോൾ ഈ വിഷുവിന്റെ നമ്മുടെ ആദ്യത്തെ എന്താ പറയുക കൈനീട്ടം അല്ലേ? കൈനീട്ടം നല്ല കൈനീട്ടമായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മളുടെ ഈ ഒരു ദിവസം, ഈ ഒരു വർഷം നമ്മളോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പൗരാണികമായ മനോഭാവമുള്ളവരുടെ എല്ലാ ഉള്ളിൽ വിഷു എന്ന് പറയുമ്പം ഒരു നിറമുണ്ട്, ഒരു മനോഹാരിതയുണ്ട്. അത് ഈ മുഴുവൻ ജനങ്ങൾക്കും നല്ല ഒരു വിഷു ആകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. അപ്പോൾ അനു, നല്ല സന്തോഷമായി വിഷു എല്ലാം അല്ലേ? ഇനി ഇപ്പം നമ്മൾ കൊട്ടാരത്തിന്റെ വിശേഷവും എന്താ പറയുക ഐതിഹ്യവും ഒക്കെ കേട്ടു. ഇനി അനുവിന്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അനുവിന്റെ കുറച്ച് വിശേഷങ്ങളായി കേൾക്കാനാണ് അല്ലേ? ഇപ്പൊ പറഞ്ഞു, അനുവിന്റെ വീട് തിരുവനന്തപുരം. എവിടെ? ആര്യനാട്. തിരുവനന്തപുരം ഭാഷയൊക്കെ വരാറുണ്ടോ? ആ, ഒരു ചെറുത്, എന്നാലും ആ ഒരു നമ്മളെല്ലാരും കളിയാക്കുന്ന. അപ്പൊ ഇനി ഓ അങ്ങനെ. ആ ഓക്കെ. അപ്പൊ ഇനി തിരുവനന്തപുരം ഭാഷയിൽ തന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ്? പിന്നെ വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടനും ചേച്ചിയുടെ ഒരു മോനുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡോ? ചേച്ചിയുടെ ഹസ്ബൻഡും കുഞ്ഞുമുണ്ട്. അതിപ്പോ നമ്മൾ വിഷു ആയതുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ്. ആണ്, ഇല്ലെങ്കിൽ മോളും അമ്മയും. ഇല്ലെങ്കിൽ ചേച്ചി വർക്ക് ചെയ്യാണ്, അപ്പോൾ ചേട്ടന്റെ വീട്ടിലാണ്. ഇപ്പൊ വിഷു ആയതുകൊണ്ട് അവർ ഇങ്ങോട്ട് പോകുന്നു. അതെ, ഇനിയിപ്പോ അല്ലെങ്കിൽ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ഈ ഇളയ കുട്ടിയാണല്ലോ അല്ലേ? നല്ല എന്താ പറയാ, നല്ല അരുത്തി, എന്താ പറയാ, വാത്സല്യമൊക്കെ തന്ന് വാത്സല്യമൊക്കെ അത്യാവശ്യം തരുന്നുകൊണ്ട് വഷളാക്കി എന്ന് പറയും അല്ലേ? ഭക്ഷണം നോക്കില്ല. ഇപ്പോഴും അതുണ്ട്. അത് നമ്മുടെ ഒരു സംസാരത്തിൽ അറിയാം, നല്ല അരൂമയായിരുന്നു എന്നുള്ളത് അല്ലേ? പഠിത്തമൊക്കെ മോളുടെ കുട്ടിക്കാലം? ഞാൻ ഡിഗ്രി ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്, +2 ചെയ്തത് ഇവിടെ വെള്ളനാട് സ്കൂളിലാണ്, 10th വരെ ആര്യൻ സ്കൂളിലാണ് പഠിച്ചത്. അതെ. ഈ നമ്മൾ ചെറുതിലെ ഇപ്പം വിഷു അല്ലേ, വിഷുവായിട്ട് ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ഓർമ്മയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പെട്ടെന്ന്, ഇപ്പം കൈനീട്ടം, ചില ആളുകളുടെ കൈനീട്ടം, ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ അപ്പൂപ്പൻ തരുന്ന അല്ലെ അപ്പൂപ്പനും അമ്മമ്മയും കൊണ്ടുവരുന്ന കൈനീട്ടം, അതിനായിരുന്നു ഒരു ഇച്ചിരിയുടെ വാല്യൂ. നമ്മളിങ്ങനെ കാത്തിരിക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചില ഓർമ്മകൾ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഇല്ല. എന്താന്ന് പറഞ്ഞാല് അച്ഛൻ ഞാൻ മനസ്സിലായി. അങ്ങനെ ഓർത്തു ഞാൻ ഭയങ്കരമായിട്ടും ഓർമ്മ കുറവുള്ള ഒരാളാണ്. അത് ശരി. ഇനിയിപ്പോ കുഞ്ഞിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം ഈ വിഷുവിന് കൈനീട്ടം കിട്ടിയിട്ട് വേണം പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന ടൈമിൽ വല്ലതും വാങ്ങിച്ച് കഴിക്കാനായിട്ട്. അത് മുട്ടയൊക്കെ മേടിച്ച് കഴിക്കാം.
അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോ കുറച്ച് അറിയാവുന്ന പ്രായം മുതൽ ഞാൻ ഈ കിട്ടുന്ന വിഷുവിന് കിട്ടുന്ന പൈസയെ കൊണ്ട് അമ്മയും അച്ഛനൊക്കെ അച്ഛനും അമ്മയും തരാം. പൊതുവെ അച്ഛനും അമ്മയും മാത്രമേ എനിക്ക് തരാറുള്ളൂ. പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് വിഷുവിന് ആരെങ്കിലും കൈനീട്ടം ഗൂഗിൾ പേ ചെയ്ത് തരാറുണ്ട്. ശരിക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൈനീട്ടം വരെ ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ദൈവം ഗൂഗിൾ പേ ചെയ്തു ആരും നിന്റെ അക്കൗണ്ടിൽ ഞാൻ എത്ര രൂപ ഇട്ടിട്ടുണ്ട്, എന്തിന് വിഷു കൈനീട്ടം? ഞാൻ ഇങ്ങനെ ഒരിക്കലും എനിക്ക് തരരുത്, എനിക്ക് കൈ തന്നെ തരണോന്ന്. ഇല്ല കൈ നീട്ടമാണല്ലേ? ചിലപ്പോൾ ദുബായിലായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും അങ്ങനെ. പിന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ അറിയാലോ, എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് എനിക്കിവിടെ അതിനോട് അത്ര വലിയ യോജിപ്പില്ല. കയ്യിൽ നമ്മൾ തരുന്നതാണ് സന്തോഷവും, നമുക്ക് അത് സൂക്ഷിച്ചു വെക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷം അച്ഛനമ്മ എനിക്ക് തന്നായിരുന്നു, കൈനീട്ടം തന്നു. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച അലമാരക്കകത്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ. സാധാരണ അച്ഛനമ്മമാരെ ഈ മക്കൾക്ക് കൈനീട്ടം എല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അടുത്ത ദിവസം നമ്മളോടൊരു സ്നേഹക്കൂടുതൽ കാട്ടാറുണ്ട്, കാരണം അധികം തരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ എന്റെ മക്കളോട് ചെയ്യാറുണ്ട്. ഞാനിപ്പോ അച്ഛനമ്മ തരുന്നേക്കാളും കൂടുതൽ ഇരട്ടിക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അത് ഇപ്രാവശ്യവും കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും കുഞ്ഞു മോനും, അവനിപ്പോ 2.5 വയസ്സായി, അവന് കൊടുത്തു. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ ഉണ്ട് വീട്ടിനടുത്തേക്ക്, കുടുംബ വീട്ടില്, അവർക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ വെറുതെ ഈ വാട്സപ്പിലൊക്കെ എല്ലാവർക്കും സ്റ്റിക്കർ ഇന്ന് ഒരുപാട് പ്രേക്ഷകർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് കിട്ടിക്കാണ്. അപ്പൊ ഇപ്പൊ നമ്മള് വിഷു ഫലമൊക്കെ പറഞ്ഞപ്പോ ആദ്യം മോള് ചോദിച്ചത് വണ്ടി എടുക്കുവോ അല്ലേ? ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോകുന്നു. ഈ വർഷം എടുക്കണം. കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഏതെടുക്കണം, കൺഫ്യൂഷനാ, ഏതെടുക്കണം. ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പൊ പറഞ്ഞതുപോലെ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു പ്രതീക്ഷയല്ല. അതെ അതെ അതെ. അപ്പം ഇതുവരെ ഇപ്പം മോള് നല്ലൊരു സെലിബ്രിറ്റി ആയി, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുട്ടിയായി മാറി. ഇപ്പൊ എല്ലാവരും ചെന്ന് കഴിഞ്ഞാൽ അനു 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 മോളെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്, എല്ലാവരും ഭയങ്കര സ്നേഹം തരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വർഷത്തേക്ക് എന്താണ് അനുകുട്ടിയുടെ ഒരു വിഷു പ്രതീക്ഷ? അടുത്ത വർഷത്തെ ഇങ്ങനെ ആവണം എന്നുള്ളത് ഇതൊക്കെ എനിക്ക് നേടിയെടുക്കണം. അല്ല, അങ്ങനെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടക്കത്തില്ല. ഞാൻ ആഗ്രഹിക്കാറില്ല. എന്താണ് വന്ന് ചേരുന്നത് അതാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായത്തിൽ നമ്മളിപ്പോ വണ്ടിയല്ലേ, നമ്മൾ കൊണ്ടു നടക്കേണ്ടതല്ലല്ലോ, പെട്ടെന്ന് കളയാനുള്ള സാധനമല്ലല്ലോ. അപ്പോ എല്ലായിടത്തും ചോദിച്ചു, എല്ലാവരും ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. എന്നാലും ഉടനെ വണ്ടി എടുക്കണം. അപ്പം നേരത്തെ നമ്മൾ ചോദിച്ചു, ചോദിച്ചു, എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എടുക്കണം, പെട്ടെന്ന് എടുക്കണം. ഞാൻ നോക്കുമായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു അനുക്കുട്ടി പെട്ടെന്ന് എനിക്കൊരാഗ്രഹം, ഞാൻ വിചാരിച്ചു ഈ വർഷം എന്റെ കല്യാണം ഉണ്ടാവുമോ? അത് ഒരിക്കലും ചോദിക്കില്ല, ഒരിക്കലും. അപ്പൊ അത് അടുത്ത വിഷുവും കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു. കല്യാണം നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കാനുള്ളതല്ലല്ലോ, ഇങ്ങോട്ട് വരുന്നതല്ലേ. അല്ല, അവർ അടുത്ത വർഷത്തേക്ക് അമ്മ അച്ഛൻ അതിനുള്ള തയ്യാറെടുപ്പ് നോക്കി മടുത്തു. അവർക്ക് ചെന്ന് നമ്മളിപ്പോ ഇതുപോലെ ചോദിച്ച കാര്യം പോയി കാണുന്നുണ്ട് എന്നാ കല്യാണം. അപ്പൊ പറയുന്നുണ്ട് ഇനി എത്ര വയസ്സിനുള്ളിൽ കാണും എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പൈങ്കിളി ചോദ്യം, മനസ്സിലൊരു ഒരാളുണ്ട്, ഒരു രൂപം ഉണ്ടാവുമല്ലോ, മീൻസ് എന്തെങ്കിലുമൊക്കെ നമ്മളെ വിവാഹം കഴിക്കുന്ന ആള് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അങ്ങനെയൊക്കെ ചില കെട്ടിമേളം വരെ വന്നു അല്ലേ? ഇപ്പൊ പറയാൻ പറ്റിയ സമയമാ. അപ്പൊ കേട്ടോളൂ പ്രേക്ഷകർ, അനുമോളുടെ മനസ്സിന്റെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡുമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് നല്ലൊരാളായിരിക്കണം, പിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ജോലി വേണം, പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റിയ ഒരാളായിരിക്കും, മനസ്സിലാക്കാൻ പറ്റിയ ഒരാളായിരിക്കും, ധൈര്യമുള്ള ആളായിരിക്കും. എന്നെ എടുത്ത് പൊക്കുള്ള ധൈര്യമാണ്. വയ്യാണ്ട് തറയിൽ എന്തെങ്കിലും തെന്നി വീണാലും അയ്യോ എന്ന് പറഞ്ഞു നോക്കി നിൽക്കാതെ ആളെ കൊണ്ടുവന്ന് എടുത്തോണ്ട് പോവാതെ സ്വന്തം എടുത്തോണ്ട് അങ്ങ് പോകണം. അത്ര ആരോഗ്യമുള്ള ഒരാളായിരിക്കും. പിന്നെ അങ്ങനെ വേറെ സൗന്ദര്യം അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം കാണാൻ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ടാവണം, ചെറിയൊരു ഭംഗിയുണ്ട്, ഒരു കോലമുണ്ട്. അത് ഭയങ്കര ഹൈറ്റ് ഒന്നും വേണ്ട, എന്റെ സെയിം അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ഒരാളായിട്ട്. അതൊക്കെ തന്നെ ഈ മംഗള മുഹൂർത്തത്തില് ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ. അപ്പൊ ഇനി ഇപ്പൊ മോള് എന്താണ് ടെലിവിഷൻ രംഗത്ത് നല്ല, പിന്നെ എനിക്ക് ഈ ഫീൽഡിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഞാൻ എന്താ പറയണ്ടേ, ആഗ്രഹിച്ചിട്ടുണ്ട്, കുഞ്ഞിലെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ ഫീൽഡ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ദൈവമായിട്ട് എനിക്ക് ഈ ഒരു ഭാഗ്യം ഒരുക്കി തന്നായിരുന്നു. അപ്പോൾ അതൊരിക്കലും തട്ടിക്കളയാൻ പാടില്ലല്ലോ. അപ്പൊ ഇനി എന്റെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പറഞ്ഞ ആളും അത് തട്ടിക്കളയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായി, അത് കണ്ട് മനസ്സിലാക്കി എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ
അപ്പൊ മോക്ക് ഏതൊരു പ്രായത്തിലാണ് ഒരു അഭിനയ മോഹം അല്ലെങ്കിൽ ഈ എനിക്ക് ഒരു കുഞ്ഞിലേ ഉണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 4th സ്റ്റാൻഡേർഡിൽ ഒരു 3 സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ടൈമില് ടീച്ചേഴ്സൊക്കെ ചോദിക്കും വലുതാകുമ്പോൾ ആരാവണം. അപ്പൊ ഞാൻ മനസ്സിൽ എനിക്ക് നടിയാകണം എന്നാണ് എന്റെ മനസ്സിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തു പറയില്ല, അടുത്തിരിക്കുന്ന എന്റെ ഫ്രണ്ട്സിന് പറയും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറയാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത്. അവളുടെ പറയും എടി എനിക്ക് സിനിമ നടിയാവണം എന്ന് ഞാൻ പറയും. അപ്പൊ അവള് ചിരിക്കുമായിരുന്നു. അപ്പൊ ഞാന് അപ്പൊ നീ അത് പറയണ്ട, എല്ലാരും ചിരിക്കും, അപ്പൊ നീ വേറെ എന്തെങ്കിലും പറ. പെട്ടെന്ന് ഞാൻ ടീച്ചർ എന്റെ അടുത്ത് എത്തുമ്പോ ടീച്ചർ ചോദിക്കും അനുമൊക്കെ ആകണം എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും പോലീസ് ആകണം. അപ്പൊ വീണ്ടും പിള്ളേർ ചിരിക്കും, പോലീസ് ആകണം. അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു, അത്രയ്ക്കായി. അന്ന് ഞാൻ പോലീസായിട്ട് തന്നെ കാര്യം എന്നൊക്കെ. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ 8ാം ക്ലാസ്സിലായി. ഇപ്പൊ NCC വരുമല്ലോ. അങ്ങനെ എന്റെ NCCക്ക് പിള്ളേരെ എടുക്കുമല്ലോ. അപ്പം എടുക്കുന്ന ടൈമില് ഞാൻ മാത്രം ഭയങ്കര ഹൈറ്റ് കുറവ്. കാരണം NCC ഓഫീസർ ഈ സാറ് ഞങ്ങളുടെ റിലേറ്റീവാണ്. അപ്പൊ സുരേഷ് സാർ എടുക്കുന്ന ടൈമിൽ ഞാൻ മാത്രം ഹൈറ്റ് കുറവ്, ബാക്കി എല്ലാ ഹൈറ്റുള്ള കുട്ടികളാണ്. അങ്ങനെ പിന്നെ വിചാരിച്ചു പോലീസിലായിട്ട് തന്നെ കാര്യമൊന്നും. അങ്ങനെ എന്താ ചെയ്യാനാ, ഹൈറ്റ് പിന്നെ അങ്ങോട്ട് വെക്കുന്നില്ല. പിന്നെ മനസ്സിലായി ഈ ഹൈറ്റിൽ എന്തായാലും പോലീസ് എടുക്കത്തില്ല എന്ന് വിചാരിച്ചു. എന്നാലും ആ NCC ഭാഗത്തിൽ മനസ്സിൽ ഉള്ളിൽ കിടക്കുവാണ് അഭിനയമോഹം. കണ്ണട മുന്നേ വന്നിട്ട് ചുമ്മാ അഭിനയം ഇങ്ങനെ ഓരോ ആംഗ്യങ്ങൾ കാണിക്കുമായിരുന്നു. അഭിനയം വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കലണ്ടർ നോക്കിയിട്ടൊക്കെ ഭയങ്കര എന്താന്ന് എനിക്ക് അറിയത്തില്ല. അന്നേ അച്ഛൻ പറയുമായിരുന്നു നീ ഒരു നടിയാവും മോളെ, നീ ഒരു നടിയാവും എന്നൊക്കെ. ഭയങ്കര സപ്പോർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതല്ല. അച്ഛനും അമ്മയാണ് എന്നെ എത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നിർത്തിയത്. അതുപോലെ ഈ പ്രേക്ഷകരും ഭയങ്കര, പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ്. പ്രതീക്ഷിച്ചോ ഇങ്ങനെ ആളുകൾ ഏറ്റെടുക്കും? ഞാൻ ആദ്യം വന്ന സീരിയലിലാണ്. ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾ കുഞ്ഞു ചേച്ചിയുടെ മോൻ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് അത് നോട്ട് ചെയ്യാൻ പറ്റും അനു ആണെന്ന്. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇപ്പൊ ടെലിവിഷൻ ഒക്കെയാണ്, പിന്നെ ഇപ്പൊ സിനിമ മോള് പറഞ്ഞ സിനിമ ഞാൻ ഇപ്പൊ ചെയ്തു. അത് ഞാൻ പറഞ്ഞിട്ടില്ല അടുത്തും. സിനിമ ഇറങ്ങിയ ശേഷം പറയാന്ന് വിചാരിച്ചു, കാണട്ടെ എന്ന് വിചാരിച്ചു. സിനിമ ഇഷ്ടമാണ്, ഇഷ്ടം കൂടുതലാണ് സിനിമയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ സീരിയൽ ചെയ്യുന്ന ടൈമിലൊക്കെ സിനിമ വരുമ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ സീരിയൽ നിർത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ സിനിമ വരുന്നുണ്ട്, നല്ല നോക്കി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ പോലെ കലാരംഗത്ത് ഉയർച്ച എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഈ സിനിമയിലെ കൂടെ ഒരു അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ നമ്മള് കൊട്ടാരത്തിൽ കൂടെ നടന്നപ്പോ നമ്മളൊരു രാജ്ഞി അല്ലെങ്കിൽ ഒരു രാജകുമാരി ഇവള് പല്ലൊക്കെ പേടിയായിരുന്നു എനിക്ക്. എന്ത് ശരി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അതായത് അവിടെ എല്ലാരും കൊടുക്കുന്ന ആ റെസ്പെക്റ്റോട് കൂടിയൊക്കെയാണ് അനു നടന്നു പോയത്. എല്ലാരും ഭയങ്കര കാര്യവും സ്നേഹമൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കൊട്ടാരത്തിൽ വരാൻ കഴിഞ്ഞതും പിന്നെ എനിക്ക് അവിടുത്തെ എന്താ പറയണ്ടേ, ഇതുവരെ ഞാൻ ആ കൊട്ടാരത്തിനെ പറ്റി ഈ സ്ഥലത്തിനെ പറ്റി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉണ്ടെന്ന് എനിക്ക് കായംകുളത്ത് ഞാൻ വരാറുണ്ട്. എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നു? ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് ഈ കൊട്ടാരം തന്നെയായിരിക്കും. ഇനി കായംകുളം പറയുമ്പോ എനിക്ക് പെട്ടെന്ന് കൃഷ്ണ കൊട്ടാരം എന്നാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ കൃഷ്ണന്റെ അമ്പലം. ഇനി കായംകുളത്ത് ഇനി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീണ്ടും കൊട്ടാരത്തിൽ വരും, കൃഷ്ണന്റെ നടയിൽ വരും. ഇതൊക്കെ നടന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇവിടെ നീ ഇതൊക്കെ കേട്ടാ നമ്മള് കെട്ടിമേളമൊക്കെ കേട്ടതല്ലേ. അപ്പം ഒരു ഇതൂടെ മോളിപ്പോ ഒരു പക്ഷെ അടുത്ത ഒരു വർഷം സിനിമയിലായിരിക്കും. അപ്പൊ എങ്ങനത്തെയൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരുടെ വേഷം വെച്ച് എനിക്ക് അഭിനയ പ്രാധാന്യമുള്ള വേഷം ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയില്ല, ഏത് ക്യാരക്ടർ തന്നാലും ഞാൻ ചെയ്യും. അതെ. പിന്നെ എവിടെയോ പറഞ്ഞ പോലെ ഏത് മോളെന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞു ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ നായികയാവില്ല അങ്ങനെയല്ല. നായികയായിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഒരിക്കലും പറയില്ല. നായികയായിട്ട് വരുന്നുണ്ട് ഈ തമിഴ് സിനിമയെന്നും മലയാള സിനിമയെന്നും സീരിയലിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. സി കേരളത്തിൽ ഒരു പുതിയ സബ്ജക്റ്റിൽ ഏതാത് ജനാർദ്ദൻ സാറിന്റെ സീരിയലിനകത്ത്. അപ്പൊ അതിനകത്ത് നായികയായിട്ട് വിളിച്ചു. പക്ഷെ നായികയായിട്ട് ചെയ്യാത്ത കാരണം വെച്ചാല് കുറച്ച് കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കും നമ്മളല്ലേ. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പൊ നായികയായിട്ട് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നായികയായിട്ട് എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടം അനിയത്തി ഒരു കുറുമ്പിയായിട്ടുള്ള, അതായത് മോളെ തന്നെ ഇങ്ങനെ മോളുടെ ഒരു ക്യാരക്ടറിനെ കൂടുതലും കാണിക്കാനായിട്ട്. സിനിമയിൽ നായികയായിട്ട് ചെയ്യാത്ത മെയിൻ കാരണം എന്ന് വെച്ചാൽ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ എന്നെ പറയും, എന്നെ കുറ്റം പറയും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു, തട്ടിമുട്ടിയതിനിടയിൽ കൂടെ ഇങ്ങനെ ചുറ്റി കളിച്ച് അങ്ങ് പോവാന്ന് വിചാരിച്ചു. ഓക്കെ അനു, അപ്പൊ അനുമോളെന്ന് അല്ലെങ്കിൽ അനുക്കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു
ഇടയ്ക്കിടയ്ക്ക് ഒരു വിട്ടിത്തരമൊക്കെ വിളിച്ച് പറയുന്ന ഒരു ട്രോളർമാരിങ്ങനെ നോക്കിയിരിക്കുന്ന അല്ലേ? വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത അനുമോൾ അനുക്കുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും, നിനക്ക് മാത്രം എന്താ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത, ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ, നീ തുടങ്ങി അടിപൊളിയായിരിക്കും, അതിന്റെ വിശേഷങ്ങളും നീ കാണിക്കുന്ന കുറവും അതും ഇതും നീ പോകുന്നതും ഒക്കെയുള്ള വിശേഷങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്താമല്ലോ, ഒരു ചാനൽ തുടങ്ങാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ അഭിപ്രായം നോക്കിയപ്പോൾ ഒരു 19,000 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി തുടങ്ങി നിങ്ങൾ കട്ട സപ്പോർട്ട് ആയിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അനുക്കുട്ടി എന്നുള്ളത് ഇങ്ങനെ ഒരു കണ്ണാടി പോലെ കാണിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുള്ളും കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ എവിടെയെങ്കിലും ഇപ്പം ഞാൻ ബഹറിൽ ഇപ്പൊ ഇടയ്ക്ക് പോയായിരുന്നു. അപ്പൊ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും അവിടെ 4 ദിവസം നിന്നായിരുന്നു. ആ 4 ദിവസത്തെ എല്ലാം രാവിലെ എനിക്ക് വൈകിട്ട് ആളുകളെയും കൂടി അങ്ങ് കൊണ്ടുപോയതുപോലെ ഞാൻ തനിയാണ് പോയത്. പക്ഷെ അവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായത്. അപ്പൊ അവിടെയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതായാലും വീട്ടിലെ എന്തും ഒരു ഇതുപോലെ നമ്മളുടെ സംസാരങ്ങളെല്ലാം മെസ്സേജ് ചേച്ചി ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യും, അങ്ങനെയുള്ള വീഡിയോ ചെയ്യും. അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും നമ്മൾ അവിടെ പറഞ്ഞ പോലെ എനിക്കതല്ല. അപ്പൊ മോള് എന്താ പറയാ, അനുക്കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിത്തമുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ ഈ കുട്ടി പറയുന്നേ എന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ല. ചേച്ചി ചോദിച്ചില്ലായിരുന്നു അതിനടുത്ത് വിഷുവിന് എന്താണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം, അങ്ങനെ അത് വേറൊരാളും അങ്ങനെ പറയില്ല. അത് സീരിയസ് ആയിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അത് പറയാം വേണമെങ്കിൽ, പക്ഷെ അത് അവിടെ ചെറിയൊരു തമാശ രീതിയിലാക്കാന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ആദ്യമൊക്കെ മോളുടെ തുടക്കത്തിലൊക്കെ ഈ ട്രോളേഴ്സ് ഒക്കെ ഒരുപാട് ഇത് ചെയ്യും, കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആദ്യമൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ഈ ഷോയിൽ പങ്കെടുക്കുന്ന ടൈമിലൊക്കെ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. അപ്പൊ എന്നോട് പറയുന്നത് പറഞ്ഞാല് 100 പേരെടുത്ത് അതിലൊരു 10 പേര് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി വരും, അത് മൈൻഡ് ചെയ്യണ്ട, ബാക്കി 90 പേരുണ്ടല്ലോ അത് മാത്രം നോക്കിയാൽ മതിയെന്ന്. അപ്പോഴേക്കും എനിക്ക് ആ ചെറിയ ഇതൊക്കെ എനിക്ക് ഇപ്പൊ ഒരു പെർസെന്റേജ് പോലും ഇപ്പൊ എനിക്കൊരു വിഷമോ എന്ത് വിചാരിക്കും അങ്ങനൊന്നും ചിന്തയില്ല. അപ്പൊ എനിക്കും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഇപ്പൊ ഒരു അനുവിന്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അനുക്കുട്ടിയായിട്ടൊരു പരിപാടി എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അവരൊരു ഇത് പെട്ടെന്ന് അനുക്കുട്ടി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നിന്ന് വർത്താനം പറയുമ്പോൾ ആളുകൾ ഇതിന്റെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കും, നോക്കും മാക്സിമം. പിന്നെ പ്രേക്ഷകർക്ക് കുറച്ച് വേണം, ട്രോളർമാർക്ക് കുറച്ച് വേണമല്ലോ, നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്ക് ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കണ്ട അനുക്കുട്ടി കേട്ടോ, ഇന്ന് വിഷുവില് ഞാനും ഈ ഒരു ദിവസം മുഴുവൻ അല്ലേ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, സംസാരിച്ചു. ഞാൻ കണ്ട അനുക്കുട്ടി ഒരു കുറുമ്പത്തി ആണെങ്കിലും ആള് എന്താ പറയാ, എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു അനുവുമായിട്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ച് വന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി അങ്ങ് നമുക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ അനുവിനോട് സംസാരിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടപെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു വാത്സല്യത്തിന്റെ ഒരു ചെറിയ തിരിയൊക്കെ കൊളുത്തി തന്നിട്ടായിരിക്കും അനുക്കുട്ടി പോകുന്നത്. അപ്പം ഉറപ്പായിട്ടും മോൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. പിന്നെ എന്താ പറയാ, പാട്ടൊക്കെ തകർക്കുന്നതാണല്ലോ, പാടി പാട്ടും ഡാൻസ് ഒക്കെ തകർക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു ദിവസം അത് നമുക്ക് അവസാനം നമുക്ക് ഒന്നിച്ചൊന്ന് എന്താ പറയാ നല്ലൊരു പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. അതെ. അപ്പോൾ പാടുന്നതിന് മുൻപായിട്ട് മോൾക്ക് എല്ലാ ആശംസകളും എൻ്റെ മാത്രമല്ല നമ്മുടെ ജയ്ഹിന്ദ് ടിവിയുടെ പ്രേക്ഷകരുടെയും പിന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെയും ഒക്കെ തന്നെ അനുഗ്രഹവും പ്രാർത്ഥനയും ഈ വിഷുദിനത്തിൽ അനുക്കുട്ടിക്ക് നേരുന്നു. എൻ്റെ നാട്ടിലേക്ക് ഈ വിഷുദിനത്തിൽ ഞങ്ങളുടെ ചങ്ങാത്തം സ്വീകരിക്കാൻ ഓടി വന്ന അനുമോൾക്ക് നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ പ്രസാദം കൂടെ തരികയാണ്. ഉണ്ണിയപ്പം ഇഷ്ടല്ലേ? നല്ല ചൂടുണ്ട്. അപ്പം മധുരവുമായി അല്ലേ? അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും പറഞ്ഞോ, എൻ്റെയും ജയ്ഹിന്ദ് ചാനലിൻ്റെയും ഹാപ്പി വിഷു വിഷു ആശംസകൾ. അപ്പോൾ ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം.